Well, me and my decision. I'm like very much into horror movies. നമ്മുടെ പ്രേതങ്ങൾ ഇത്തിരി റെട്രോ പ്രേതങ്ങളാണ്. അതാണ് ആ ഒരു ഫ്ലേവറും പരിപാടിയൊക്കെ വരുന്നത്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറേ കോമ്പറ്റീഷൻ ഉണ്ട്. സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെ അത്യാവശ്യം ഇന്റൻസും അമ്പുക്കയുടെ ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് രക്ഷയില്ലായിരുന്നു. ഓർഡർ റോൾ ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഫീൽഡ് ഔട്ട് ആവാനായിട്ട്, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. സണ്ണി ജോസ് പ്രകാശ് ഞാൻ പെട്ടെന്ന് ഡാത്തടി കണക്ട് ചെയ്തപ്പോൾ ഹോംവർക്ക് പോലെയായിരുന്നു എനിക്ക് ഡാത്തടിയ സ്ക്രിപ്റ്റ്. കാരണം എനിക്കറിയാം ഞാൻ വായിക്കാറുണ്ട്. എൻ്റെ പൊന്നെ ഇത് എന്ത് കറക്കം വന്നപ്പോൾ എൻ്റെ മെയിൻ റീസൺ, ഞാൻ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ വാസ് ജോണർ. കളിയും പറഞ്ഞ പോലെ ചെറിയ ചിരി പൊട്ടി അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് പരിപാടിയാണ്. അറിയാണ്ട് കുറച്ച് കുരിശെടുത്ത് പോകുമ്പോൾ പുറകെ വന്ന ഭേദങ്ങളുള്ള കഥയാണ്. ബാച്ചിലർ പാർട്ടി 2-ന്റെ അവിടെ ചില നേരത്തെ ഇറ്റ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഡ്രോപ്പാണ്. പിന്നെ ഷോർട്ട് ചെയ്യണവരെല്ലാവരും. ക്യൂ സ്റ്റുഡിയോയിൽ ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ്, വെൽക്കം. ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ ആളുകൾ സിനിമകൾ കാണാൻ ചൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ പല ഓപ്ഷൻസ് അവർക്കുണ്ട്. അതിൽ തന്നെ പ്രേക്ഷകർ സിനിമകളിലെ ജോണറെ നോക്കുന്നുണ്ട്. കറക്കം വരുമ്പോൾ ഒരു ഹൊറർ കോമഡി സിനിമ എന്ന ഹൊറർ കോമഡി ജോണറിൽ വരുന്നു. ഇപ്പോൾ രോമാഞ്ചം മുന്നേ ഒരു എക്സാമ്പിളാണ്. പ്രകമ്പനം വരുന്നുണ്ട്, പുതിയ അഡീഷനായിട്ട് കറക്കവും വരുന്നുണ്ട്. പ്രേക്ഷകർ ഈ ജോണർ നോക്കുന്നത് ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ സിനിമ ചൂസ് ചെയ്യുന്ന സമയത്തേക്ക് ഈ ജോണറെ അതൊരു ഘടകമാണോ? ഒപ്പം ഇപ്പൊ കറക്കത്തിനൊരു ഓക്കെ അടിക്കുന്ന നരേഷൻ എന്താണ്? നിങ്ങളെ ഹുക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പോൾ ഞാൻ യൂഷ്വലി പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ജോണർ നോക്കിയിട്ടല്ല കമ്മിറ്റ് ചെയ്യാറുള്ളത്. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടർ, പിന്നെ ആ പടം, അതിൻ്റെ ടീം, അതെല്ലാം കൂടിയാണ്, പിന്നെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം കൂടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ കറക്കം വന്നപ്പോൾ എൻ്റെ മെയിൻ റീസൺ, ഞാൻ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ വാസ് ജോണർ. ബിക്കോസ് ഐ എം ലൈക്ക് വെരി മച്ച് ഇൻ ടു ഹൊറർ മൂവീസ്. ഭയങ്കര ഹ്യൂജ് ഫാനാണ് ഹൊററിൻ്റെ. അപ്പോൾ ആ ഒരു എലമെൻ്റ് ആണ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച ഫസ്റ്റ് പാർട്ട്. പിന്നെ അതിനുശേഷം ലൈക്ക് യുനോ നറേഷൻ, സ്ക്രിപ്റ്റ് കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആയി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ഹൊറർ കോമഡി മാത്രമല്ല, ഇറ്റ്സ് എ മ്യൂസിക്കൽ ഹൊറർ കോമഡി. സോ ആ എലമെൻറ്റും ഒരു ഭയങ്കര ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അതും പിന്നെ പ്ലസ് ടെക്നിക്കലി ടീം വൈസ് ആണെങ്കിലും ബ്രില്യൻറ്റ് ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നത്. സോ ആ എല്ലാ എലമെൻറ്റും കൂടെ അടിപൊളിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ലൈക്ക് കേട്ട ഉടനെ ഐ വാസ് ലൈക്ക് ഞാൻ ചെയ്യാന്നുള്ളൊരു മൈൻഡിലേക്ക് പോയി. സെയിം തിങ്. ഇങ്ങനെ ഹൊറർ കോമഡി ഹൊറർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ കാണാൻ നേരത്ത് ഐ കെൻ സീ ദാറ്റ് ഇതെല്ലാം വർക്ക് ആവുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഈ ഇത് പിടിച്ചു നോക്കണം. നമ്മുടെ ഓഡിയൻസും ട്രെയിൻഡ് ആയല്ലോ. അതെ അതെ, സിനിമ കണ്ടു എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, പിന്നെ കഥ അടിപൊളിയായിരിക്കണം, എന്താണ് പരിപാടി എന്നുള്ള എക്സൈറ്റിങ് സിറ്റുവേഷനിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേതങ്ങൾ ഡാൻസും കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും സോ ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഗ്രേറ്റ്. സോ ഐ തിങ്ക് ആ ഒരു അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് എലമെന്റ് വരുമ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്. സോ അങ്ങനെ ഒരു ജോണർ പരിപാടിയിലാണ് ലാൻഡ് ചെയ്തത്. ബാസിയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ആക്ടർ ആർക്ക് ഭയങ്കര രസമാണല്ലോ. പല വേരിയേഷൻസ് ഉണ്ട്, പല ക്യാരക്ടേഴ്സ് ഒക്കെ. അതൊരു ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ഈ സണ്ണി ജോസ് പ്രകാശ്. ഞാൻ പെട്ടെന്ന് ഈ ഡാത്തടി കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സീക്വൻസ് ഉണ്ട്. ശേഖർ പൂളിന്റെ സൈഡിൽ ഇരിക്കുന്നു, ബാസി ഇത് നിന്റെ പെഹല പ്യാർ അല്ലേ, സുനോ ഈ മറ്റേ ഇതിന്റെ മറ്റേ നത്തോലി ഉണ്ട്, ചാളയും ഡയറി ഉണ്ട്, അതിലെടുത്ത് നേരെ എറിയാണല്ലോ. ഭയങ്കര ഭംഗിയായിട്ട്, ഭയങ്കര സിമ്പിളായിട്ട്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് റൊമാൻസ് പോർട്രേ ചെയ്ത സിനിമയായിട്ടും സീക്വൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ ഇതിലെ സീനുകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ചെറിഷ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്താ ശരിക്കും ഒരു ഡാത്തടിയ റീകളക്ഷൻ എന്താ? കാരണം നമുക്ക് ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ 5, 6, 10 വർഷം കഴിഞ്ഞ് നമുക്ക് ആലോചിക്കുമ്പോൾ ചിൽസ് കിട്ടുമ്പോഴാണല്ലോ ഇത് ഭയങ്കര രസമുള്ള മൊമെന്റായി മാറുന്നത്. ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനം ഉണ്ട്, അത് തന്നെ എനിക്കിപ്പോഴും when I look back at it, അത് തന്നെ. കാരണം എൻ്റെ ചേട്ടന്മാര് ഞാൻ സംസാരിക്കുന്ന പോലെ എഴുതിയിരിക്കുകയാണ് ഒരു സിനിമ. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. റൈറ്റേഴ്സ് എത്ര ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണെന്നുള്ളതിൻ്റെ വെറുതെ ഹോംവർക്ക് പോലെയായിരുന്നു എനിക്ക് ഡാത്തടിയ സ്ക്രിപ്റ്റ്. കാരണം എനിക്കറിയാം ഞാൻ വായിക്കാറുണ്ട്. എൻ്റെ പൊന്നെ ഇത് എന്ത്. സോ ഐ വാസ് ജസ്റ്റ് ബ്ലെസ്ഡ് ടു യുനോ വെറുതെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോൾ പാടുന്ന പാട്ട് മൈ ലവ്. അപ്പോൾ അങ്ങനെ
അതെല്ലാം കൂടെ കറക്റ്റായിട്ട് വന്നു അപ്പോൾ ഒരു അതിൻ്റെ സമയത്ത്. ഐ തിങ്ക് ഒരു ഹോം വർക്ക് മൂവി പോലെ ആയിരുന്നു. എനിക്ക് ശരിക്കും 22 ഫീമെയിൽ എടുത്ത് ഭയങ്കര ഇൻറ്റൻസ് പടമാണല്ലോ. അപ്പൊ എല്ലാവരും ഇതിങ്ങനെ ആയിരുന്നില്ലേ പടം ചെയ്തിട്ട്. അപ്പോൾ ഐ തിങ്ക് ആഷിഖ് ഓൾസോ വാണ്ടഡ് ടു ഡു സംതിങ് ഫൺ ആൻഡ് അപ്പോൾ പിന്നെ ഒരു പുതിയ പരിപാടിയല്ല. ഐ ലവ് ദാറ്റ് കൈൻഡ് ഓഫ് സറ്റയർ കോമഡി. ഇറ്റ്സ് അമേസിങ്. സോ അപ്പോൾ ഈ സീക്വൻസ് ഓർക്കുന്നുണ്ട് എൻ്റെ ഷൂട്ടിംഗ് ഈ എടുത്ത് നേരെ ഒരു ടേക്ക് അല്ലായിരുന്നു അത്. സോ ഐ റിമെമ്പർ ഗോയിങ് ഇൻടു ദ വാട്ടർ ക്വയറ്റ് എ ലോട്ട്. അടിപൊളിയായിരുന്നു. പലപ്പോഴും ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ചെയ്ത് ഫലിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളതാണ് ഈ ചിരിക്കുക പേടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഹൊറർ പടം കണ്ട് നമ്മൾ പേടിക്കുമായിരിക്കും, നമ്മൾ ചിരിക്കുമായിരിക്കും. നിങ്ങളിത് പെർഫോം ചെയ്യുമ്പോൾ ഒരു സീക്വൻസിൽ അതിൽ ചിരി വരുത്തണം. നിങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല. ആസ് പെർ ഈ ബ്രീഫിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നതാണ്. അവിടെ ചിരി സംഭവിക്കണം. ഉദ്ദേശം അതാണല്ലോ ഒരു സീനിന്റെ. അല്ലെങ്കിൽ ഒരു സീൻ ഉദ്ദേശം പേടിപ്പിക്കലാണെങ്കിൽ അത് നിങ്ങൾ ഭയങ്കര ഓർഗാനിക്കായി ഭയപ്പെടുമ്പോഴാണ് ഓഡിയൻസിന് കിട്ടുന്നത്. ഈ പെർഫോമൻസ് എന്ന രീതിയിൽ ചോദിക്കുന്നതാണ്, ഇത്തരം സീക്വൻസുകൾ സീനുകൾ അതിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടോ? ഓഫ്കോഴ്സ് അല്ല, കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ആയിരിക്കണമല്ലോ. അപ്പോൾ ആ പേടിയും പിന്നെ അതൊക്കെ ഒന്ന് ബിലീവബിൾ ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഞെട്ടണം, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വേറെ പരിപാടിയാണ്. ഓരോന്നും അതിൻ്റെതായ ഒരു എന്താ പറയുക, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കും. പക്ഷെ ലൈക്ക് ഹൗ യു സെഡ്, ചിരിയും പേടിയും ഇതൊക്കെ ഈ പറയണ ഒരു എക്സ്ട്രാ സൂപ്പർലേറ്റീവ്, ശരീരം ഇത്രയും കൂടെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഒരു സ്റ്റെപ്പ് ഒന്നും എടുത്തിട്ടായിരിക്കും അത്, അല്ലെങ്കിൽ അത് വൃത്തികേടാവുകയോ അല്ലെങ്കിൽ ഞാനിപ്പോ കോമഡിക്കാർ ഇപ്പൊ മിന്നൽ മുരളി ചെയ്യുമ്പോ ആ ഒരു പെർട്ടിക്കുലർ വീഴുന്ന സീൻ അത് ചെയ്യുമ്പോ ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല ഇതൊരു ഫണ്ണാണ് പരിപാടി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ബട്ട് യുനോ അത് എന്നെ ഗൈഡ് ചെയ്തത് ബേസ്ലേറ്റനായതുകൊണ്ട് പുള്ളി അത് എനിക്ക് പറഞ്ഞു തന്ന രീതിയും ഞാനത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പൊ അത് പിന്നീടാണ് ലൈക്ക് യുനോ വർക്ക്ഔട്ട് ആയി. അവിടെയാണ് ആ ഒരു മാജിക് സംഭവിച്ചേക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇടണം. കാരണം ഇറ്റ് ഷുഡൻ ബി ലൈക്ക് ഫേക്ക്. നമ്മള് ഈസിയാണ് ഫേക്ക് ആക്കാൻ വേണ്ടി, ഭയങ്കര ഈസി. പക്ഷെ എക്സ്ട്രാ എഫേർട്ട് ഇടും അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട്. സോ നമുക്കതിൽ ഒരു എക്സ്ട്രാ ഒരു പരിപാടി നമ്മുടെ കയ്യിൽ ആൻഡ് ടു ഫൈൻഡ് ഇറ്റ് അതും കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് ഹൗ നാച്ചുറൽ, അല്ലെങ്കിൽ അതെങ്ങനെ എക്സാക്ട്ലി എവിടെയാണ് അത് കറക്റ്റ് ആ മീറ്റർ എത്തുക എന്നുള്ളത് കണ്ടുപിടിക്കാനും ഒരു സ്പെഷ്യൽ എഫേർട്ട്. ഈ പറഞ്ഞ ചിരിയാണെങ്കിലും പേടിക്കലാണെങ്കിലും അതിൽ പെർഫോമൻസ് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും കാണാത്ത ഇടാൻ പറ്റില്ലല്ലോ. ആളുകൾ ട്രെയിൻഡ് ആയി ക്ലീഷേ റിയാക്ഷനിലാണ് അവർക്ക് കണക്ട് ആവുന്നത്. അതും ഭംഗിയായി ചെയ്യാൻ മരിച്ചു പരിചയമില്ലാത്തോണ്ട് സിനിമയെ കണ്ടിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അപ്പം ആൾക്കാർ യൂസ്ഡ് ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് ആളിയും പറഞ്ഞ പോലെ ഇറ്റ്സ് ഒരു നാച്ചുറൽ പരിപാടി വരുമ്പോൾ ഓക്കെ ബിലീവബിൾ ആവും. അത് ഒരു തിൻ ലൈനാണ് ഈ പറയണത്. നമ്മൾ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ അഭിനയിക്കണ പോലെ ഇരിക്കുകയും ചെയ്യും. ഒരു ചൊല്ലൊക്കെ ഉണ്ട്, ഇപ്പൊ ഈ കൊച്ചിയിലൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമ മുഖിയുടെ തലയിൽ വന്ന് വീഴുന്നുണ്ട്. അത്രയധികം ആളുകൾ ആഗ്രഹിക്കുന്ന, വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു മേഖല, അവിടെ എത്തിപ്പെടാനുള്ള സ്ട്രഗിള് അതിൽ അച്ചീവ് ചെയ്തവരാണ് നിങ്ങൾ. ഇപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ചീവ് ചെയ്തതിനപ്പുറത്തേക്ക് നിലനിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. കാരണം നമ്മൾ ഈ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഈ പറഞ്ഞ പോലെ ബെറ്റർ സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്ത് സിനിമകളുടെ ഒപ്പം പോകണം. ഈ സർവൈവൽ പാർട്ട്, ഈ ബാസിക്ക് ഇത്രയൊരു ലോങ് ജേർണി ഉണ്ട്, ഫെമിനിക്ക് മിന്നൽ മുരളി തൊട്ടുള്ള ജേർണി ഉണ്ട്. എന്താ ശരിക്കും സർവൈവൽ പാർട്ടിൽ നിങ്ങൾ എക്സൈറ്റഡ് ആവുന്നത് എവിടെയാണ്? അതിൽ ഈ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ, അതിനെ ഓവർകം ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടോ? എന്താ ശരിക്കും സർവൈവൽ പാർട്ട് ഇൻഡസ്ട്രിയിലെ? ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ഈ സർവൈവൽ പാർട്ടിലാണ്. കാരണം മിന്നൽ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ധൃതി പിടിച്ച സിനിമകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ആദ്യ പടമായിരുന്നു. സോ ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി. എനിക്ക് അതിനു മുമ്പ് ലൈക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് പരിചയമോ സിനിമ ചെയ്തോ അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ചെറിയ പരിപാടി പോലും ചെയ്ത ഒരു പരിചയമില്ല. സോ മൊത്തത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് പയ്യെ സ്ലോലി ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ച് പയ്യെ ഓരോന്ന് കമ്മിറ്റ് ചെയ്താൽ മതി എന്നായിരുന്നു. സോ അതിന് എൻ്റെതായ സമയം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും വർക്ക്ഔട്ട് ആവണമെന്നില്ല. എൻ്റെ കാര്യത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് അത് വർക്ക്ഔട്ടായി. ആൻഡ് ആ ഒരു സർവൈവൽ പാർട്ട് എന്ന് പറയുന്നത് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പം ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. കാരണം ഇപ്പോ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോ എന്ന് പറയുമ്പോൾ കുറെ കോമ്പറ്റീഷൻ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ലൈക്ക്
എല്ലാം പടത്തിലും ഓഡിഷൻസ് വരുന്നു, പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ദർ ആർ മെനി ഓപ്ഷൻസ്. അപ്പം സർവൈവിങ് ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പോഴും അവിടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റും നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടറും അത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് അതിനെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടേക്കുന്നത്. അതുകൊണ്ടും ഐ ഹാവ് ടു സേ ഐ ബീൻ ഓൺ ദ സേഫർ പാർട്ട് ആ കാര്യത്തിൽ. ഞാൻ ലക്കി ആയിരുന്നു. ഇതുവരെ വേറെ ആ ഒരു സർവൈവൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഐ എം സ്റ്റിൽ കെയർഫുൾ, എന്ത് ചെയ്യണം അല്ലെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. Well, me and my decisions. നമ്മള് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുശേഷം ഷൂട്ട് തീർക്കുന്നു. യു ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ആൻഡ് യു ഹാവ് ദ ഫാറ്റീഗ് ആൻഡ് എവറിത്തിങ്. എല്ലാം കഴിഞ്ഞ് അത് തീർക്കുന്നു, അതിൻ്റെ പരിപാടി പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദർ ആർ 2 ways. അയ്യോ എനിക്ക് കുറച്ച് ദിവസം വെറുതെ ഇരിക്കണമെന്നും, രണ്ടാമത്തെ ദിവസം എനിക്ക് പണിയെടുക്കണമെന്നും. ഇത് മറ്റേ വെള്ളവും തീയും പോലെയാണ്. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഫൈൻഡ് എ ബാലൻസ്. അപ്പോൾ അതിപ്പോൾ സ്ട്രഗിളിനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബ്ലെസ്സിങ്സിനെ നമുക്ക് കാണാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഐ കുഡ് ലുക്ക് അറ്റ് ഇറ്റ് പല പല രീതിയിൽ അതിനെ കാണാറില്ല. പക്ഷെ ഐ ബിലീവ് ഈ ജേർണി ആണല്ലോ അതിൻ്റെ ഒരു പരിപാടി. നമ്മൾ ഓരോ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതും ആ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുന്നതൊക്കെ ഓരോ നിമിത്തവും ഓരോ ഭാഗ്യമാണല്ലേ. ആൾക്കാർ ശരിക്കും നമ്മളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് ഒരു കഥാപാത്രം നമുക്ക് തരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അളിയൻ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരും ഇത്രയും എന്താ പറയുക ഇത്രയും ആഗ്രഹിക്കുകയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടുന്നത് ഇസ് എ വെരി ഗ്രേറ്റ്ഫുൾ എൻഡെവർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഐ എം ജസ്റ്റ് താങ്ക്ഫുൾ ആ ഒരു പരിപാടിയിൽ. മറ്റേത് എളുപ്പമാണ്. നമുക്കൊരു ആക്ടർ എന്ന് പറയുന്ന ലൈഫ് എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഈസ് പ്രിറ്റി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ അതിൻ്റെതായ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ. ബട്ട് ഐ തിങ്ക് മനസ്സിനെ നൈസായിട്ട് പറ്റിച്ച് ഇതിനൊന്ന് സെൻറ്റേർഡ് ആയിട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഐ തിങ്ക് ഇറ്റ് ഇസ് എ ബിറ്റ് മോർ ഈസിയർ. ഐ എം ജസ്റ്റ് എൻജോയിങ് ദ സ്ട്രഗിൾ ആൻഡ് ദ സ്ട്രഗിൾ നെവർ എൻഡ്സ്. എനിക്ക് ഫസ്റ്റ് ഡേ ഹസിൽ പോലെയാണ് സിനിമ. ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു തുടങ്ങിയത് അത് തന്നെ ഇപ്പോഴും സ്റ്റിൽ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫെമിന ഈ സ്ലോ ആയിട്ടാണ് ഈ സ്ട്രഗിളിന് ഈ സർവൈവലിന് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ മിന്നൽ പോലെ ഭയങ്കര വലിയ ഓപ്പണിംഗ് ആണല്ലോ കിട്ടും. എന്നാൽ ബാക്കിലേക്ക് ഒരുപാട് സിനിമകൾ ചെയ്ത് കണ്ടില്ല. പൊതുവെ നമ്മുടെ ഒരു ഇൻഡസ്ട്രി സ്വഭാവം അനുസരിച്ചിട്ട് ഈ ഫീമെയിൽ ആക്ടേഴ്സിന്റെ ഒരു മെയിൻ ലീഡ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര വളരെ ചെറുതാണല്ലോ. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ഒരു ഈ പറഞ്ഞ സർവൈവൽ പാർട്ടിൽ തിളങ്ങി നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഹോളിവുഡിൽ മെറിൽ സ്ട്രീപ്പ് നിൽക്കുന്ന പോലെ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ പേരിൽ സെല്ല് ചെയ്യപ്പെടുന്നില്ല വലിയ വലിയ സിനിമകൾ. ചോദിക്കാനുള്ളത് അത്രയും സ്ട്രഗിൾ ഉള്ള ഒരു ഏരിയയിൽ ഫെമിനിയുടെ സൈഡിൽ ഒരു അഗ്രസീവ് ആയിട്ട് സിനിമകൾ ചൂസ് ചെയ്യുന്നതിലോ സിനിമകൾ ചെയ്യുന്നതോ കണ്ടിട്ടില്ല. അതൊരു ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ, അതൊരു പ്രോപ്പർ പ്ലാനിങ്ങിൽ തന്നെ അങ്ങനെ ഡിസൈഡ് ചെയ്ത് പോകുന്നതായിരുന്നു? തീർച്ചയായിട്ടും കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ മിന്നൽ കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി കഥകൾ കേട്ട് തുടങ്ങി. പക്ഷെ ഞാൻ കമ്മിറ്റ് ചെയ്യാനായിട്ട് ഐ തിങ്ക് മിന്നൽ റിലീസ് കഴിഞ്ഞിട്ട് 6 months എടുത്തു ഞാൻ ഒരു പടം കമ്മിറ്റ് ചെയ്യാൻ, വിച്ച് ഇസ് ശേഷമൈക്കൽ ഫാത്തിമ. ആ ഒരു ടൈം പീരീഡ് കോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ മിന്നൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ ഗോട്ട് ദിസ് നെഗറ്റീവ് കോമെന്റ്. അതെന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ. സോ എനിക്കത് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു യുനോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചാടിക്കേറി പടങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഫീൽഡ് ഔട്ട് ആണായിട്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. സോ ആ കാര്യം എന്നെ ഭയങ്കരമായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തു. ഓക്കെ, ഒത്തിരി പെട്ടെന്ന് അല്ലെങ്കിൽ കെയർഫുൾ അല്ലാതെ പടം ചെയ്യണ്ടെന്നുള്ളത് ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം പീരീഡ് എടുത്തതും കുറച്ചും കൂടെ സേഫർ ക്യാരക്ടേഴ്സും സേഫർ പടങ്ങളും ചെയ്ത്. ഈ പരിപാടി എന്താണ് ഞാൻ മിന്നൽ ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് ബീൻ എൻ ആക്ടർ, ഞാൻ എന്താണ്, മീ ബീൻ എൻ ആക്ടർ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് സിനിമ, ഹൗ ഇസ് ഷൂട്ടിങ്, ഇതൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ മിന്നലിൽ നിന്നാണ് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണമായിരുന്നു വേർ ഇസ് മൈ പ്ലേസ്, അല്ലെങ്കിൽ ഞാൻ എന്ന ആക്ടർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഒരു ടൈം വേണമായിരുന്നു. സോ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമും കൂടെ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ
കുറച്ചും കൂടെ സേഫർ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ നോക്കിയത്. ആൻഡ് അങ്ങനെയാണ് ഐ ലാൻഡഡ് അപ്പ് ഇൻ ശേഷം മൈക്കൽ ഫാത്തിമ ആയാലും തീപ്പെരുവനി ആയാലും ആ പടങ്ങളിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ സേഫർ ആയപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ആ ഒരു പരിപാടി മനസ്സിലായി. ലൈക്ക് എൻ്റെ മീച്ചർ, മീ ബീൻ ആൻ ആക്ടർ, എൻ്റെ പരിപാടി എങ്ങനെയാണെന്ന്. അങ്ങനെ ആ ഒരു കോൺഷ്യസ്നെസ് ആണ് ഈ ഒരു ടൈം പീരീഡ് എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്ലെസ്സിങ്സ്. ആ ഒരു എല്ലാവർക്കും ഇതുവരെ പോലെ വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പം എനിക്കെന്തോ അത് ഇതുവരെ ബാക്ക് ഫയർ ചെയ്തിട്ടില്ല. ഞാൻ എടുത്ത ടൈമിംഗ് ആണെങ്കിലും ടൈം എടുത്തിട്ടുണ്ടെങ്കിലും വർക്കുകൾ എങ്ങനെയൊക്കെ എന്നെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഐ എം ഗ്ലാഡ് ആ ടൈം പീരീഡ് ഞാൻ എടുത്തതിന് ഐ എം റിയലി ഗ്ലാഡ്. ഇപ്പോഴൊരു ആക്ടർ ആഗ്രഹിക്കുന്നതാണല്ലോ ഭയങ്കര രസമുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. മിന്നലിൽ ഈ ബ്രൂസ് ലീ വെച്ചിട്ട് ഇൻട്രൊഡക്ഷൻ ഭയങ്കര രസമാണല്ലോ. ടോബി സ്റ്റേഴ്സ് കയറി വരുന്നു. അപ്പോൾ പയ്യൻ പറഞ്ഞ് മാമ അങ്ങോട്ട് കയറി പോകണ്ടെന്ന് പറയുന്നു. അപ്പോൾ ടോബി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നേരെ ഈ ബ്രൂസ് ലീ വിജി കിക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നു. അവിടുന്ന് ജൂഡാനി തെറിച്ച് വീഴുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു അതിൻ്റെ ഒരു കോമിക്കൽ നേച്ചർ ഉണ്ട്. ഓൾറെഡി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കാം. പക്ഷെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നു വരത്തില്ല. ഓൺ ലൊക്കേഷൻ സംഭവിക്കുന്നതാണ്. എന്താ ശരിക്കും ഒരു ബ്രൂസ് ലീ ബിജി ടേക്ക് അവേ എന്താണ്? ഈ പെർട്ടിക്കുലർ സീക്വൻസ് എങ്ങനെയാണ് പുറത്തെടുക്കുന്നത്? ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ പടം ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു ധാരണയില്ല. അതായത് എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചു. ഇതിനെങ്ങനെയാണ് പെർസീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നത്, ഇവരെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും വരിക, ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ അതുവരെ ഞാൻ പല വഴികളിലും സിനിമ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ പോയി നിന്ന് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഒന്നും കണ്ടിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രോപ്പറായിട്ട് ആദ്യമായിട്ട് കാണുന്നത് മിന്നൽ മുരളിയാണ്. അപ്പോൾ അവിടെ പോയി ഈ പരിപാടികളൊക്കെ കാണുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഫുൾ എനിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ ഇല്ലായിരുന്നെങ്കിലും ഞാൻ സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുൾ വർക്കിംഗ് സ്റ്റൈൽ കാണുന്നു, ഓരോരുത്തരും എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസ് ലൈറ്റിൻ്റെ വർക്കിംഗ് സ്റ്റൈല്, ടോച്ചേട്ടൻ്റെ വർക്കിംഗ്, ഇതെല്ലാം കണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ഇത് നമ്മൾ വായിക്കുന്ന പോലെയല്ല. ഇപ്പം ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ ഇൻട്രോ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഷൂട്ട് ചെയ്തതും വിജിക്ക് വേറൊരു ഇൻട്രോ ആയിരുന്നു. വിജി കരയുന്ന ഒരു ഇൻട്രോ ആയിരുന്നു. അവിടുന്ന് അത് എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് അത് മാറി വരുന്നത്. അതും ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ പടം റിലീസിന് ശേഷമാണ്. ഇങ്ങനെ എഡിറ്റിംഗ് ടേബിളിലും മാറ്റങ്ങൾ വരാം എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അവിടുന്ന് കുറേ കാര്യങ്ങൾ ഐ ടുക്ക് ഇറ്റ് ലൈക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ കിട്ടി. ഇപ്പോൾ ബേസ്ലേട്ടൻ എപ്പോഴും എന്നോട് ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഫെമിന നീ പടത്തിലെ നായികയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ലൈക്ക് എന്താണ് പുള്ളി ഉദ്ദേശിച്ചെന്നുള്ളത്. അന്ന് ഞാൻ ആലോചിച്ചത് പുള്ളി എന്തീ പറയുന്നത്, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചല്ല, ഞാനല്ലേ നായിക, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാട്ട് ഹി മെന്റ് അതിൽ നിന്നുള്ളത്. സോ ആ ഒരു കാര്യം, ആ ഒരു എലമെന്റ് ഞാൻ ഓൾവേസ് ഐ കീപ്പ് ഇൻ മൈൻഡ്. ആ ഒരു കാര്യം ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു എലമെന്റ് അത് ഭയങ്കര ഒരു ടേക്ക് അവേ ആയിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തേക്കുന്ന ഒരു കാര്യമാണ്. കറക്കം വരുന്ന സമയത്ത് ഈ മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക്കൽ ഹൊറർ കോമഡി എന്നാണല്ലോ പറയുന്നത്. പാട്ടെല്ലാം കാണുമ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ നമ്മൾ കാണുന്ന നിങ്ങളല്ലാതെ കാണുന്നവർക്കൊരു റെട്രോ ഗെറ്റപ്പ്, അറ്റയർ എന്നാ ശരിക്കും മ്യൂസിക്കൽ ഹൊറർ കോമഡി എന്താ? അതുകൊണ്ട് ബേസിക്കലി നമ്മുടെ പ്രേതങ്ങൾ ഇത്തിരി റെട്രോ പ്രേതങ്ങളാണ്. അപ്പോൾ അതാണ് ആ ഒരു ഫ്ലേവറും പരിപാടിയൊക്കെ വരുന്നത്. എല്ലാ റെഫറൻസസും ഉണ്ട്. ആ ഒരു എലമെന്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. അതിന്റെ ഡാൻസിങ് ഗോസ്റ്റ് ഐ യൂസ്ഡ് ടു ഫീൽ ബാഡ് ഫോർ ദം. കാരണം അവരുടെ പ്രോസ്തെറ്റിക്സും കണ്ണിലെ പരിപാടി വെച്ചിട്ട് വന്നിരിക്കുന്ന ഗുഡ് ജോബ്. അവര് കുറെ പണിയെടുത്തിട്ടുണ്ട്. കലക്കൻ ഡാൻസേഴ്സ് ആണ്, എല്ലാവരും അടിപൊളിയാണ്. ഫെമിന നേരത്തെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അതിൽ കണക്ട് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് ബാസി ക്യാരക്ടറാണ് ട്രാൻസിലെ കുഞ്ഞൻ. അതെപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കാണുന്നവർക്ക് അത്ര പെയിനാണ്, പെർഫോം ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് ബാസി എടുക്കുന്ന സമയത്തേക്ക് മാത്രം traumatized as well ആ ടൈമിൽ. I said this the other day to Mr. Motai. അപ്പോൾ I told him this that like I was going through my own personal stuff at that time. ഞാൻ അന്ന് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. എൻ്റെ ആ സീനും അങ്ങനെ തന്നെ ഉറങ്ങും. അത് രാവിലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണ. സോ കുഞ്ഞൻ വാസ് അതുപോലെ തന്നെ പേപ്പറിലുള്ള പോലെ തന്നെ സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെ അത്യാവശ്യം ഇൻറ്റൻസും അമ്പുക്കട ഗിഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു റോൾ. സത്യം കുഞ്ഞൻ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നല്ലോ. കുഞ്ഞനിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ എൻ്റെ പടം. ക്രേസി. ഞാനത് വരുമ്പോഴേ അറിയാം. സോ കൂൾ. ഫഹദ് ഇസ് സച്ച് എ കൂൾ ആക്ടർ.
ഞാനവിടെ ഷൂട്ടിന് നമ്മളവിടെ എത്താൻ നേരത്ത് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഇവൻ കരഞ്ഞിറങ്ങണ ഒരു ഷോട്ട് ഉണ്ട് സ്റ്റെപ്പിൽ കൂടെ. അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഞാനതാ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ അഭിനയിച്ചു ആദ്യം പോലും മൊത്തം. സോ ഈ ഹാഡ് ലാസ്റ്റത്തെ അളിയൻ അന്ന് അടപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അടപ്പാണ്. ഐ ഹാഡ് ടു മാച്ച് മൈ ക്യാരക്ടർ ടു ദാറ്റ്. ഇപ്പുറത്ത് ബാക്കി അതിന്റെ എൻഡിങ് എങ്ങനെയായിരുന്നു നമുക്കറിയാലോ. അപ്പോൾ yeah, it was pretty interesting to do that one, bro. എനിക്കൊന്ന് അങ്ങനെ എഴുതുമ്പോൾ അതിന്റെ ഭംഗി അതാണ്. ഇഫ് ഇറ്റ്സ് ഓൺ പേപ്പർ അത്രയ്ക്ക് നല്ല ഡ്രാമയും അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഹ്യൂമൻ കഥാപാത്രങ്ങൾ എഴുതാൻ നേരത്ത് ഒരു ഓതർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കുമല്ലോ എപ്പോഴും ക്യാരക്ടേഴ്സ്. ഫ്രം ടെക്സ്റ്റ് അത് എല്ലാവരും പലരും മിസ്സാക്കുന്ന തന്നെയാണല്ലോ. ഫ്രം ടെക്സ്റ്റ് ഇത് നമുക്ക് ഇക്കുണ്ടെങ്കിലാണല്ലോ പെർഫോം ചെയ്യുമ്പോൾ. I tell even people who work with me, I tell them write it, bro, like write the shot, what you gonna അത് നല്ലതേ വരുത്തുള്ളൂ നമുക്ക്. അപ്പോൾ അതൊരു നല്ല എക്സസൈസും ആണ്. മറ്റേത് ഇപ്പം എല്ലാം എളുപ്പമല്ലേ, അതുകൊണ്ട് നമ്മളെല്ലാം എല്ലാം ഇവിടെയുണ്ട്. നല്ല എഴുതണതാണ് എല്ലാവർക്കും മനസ്സിലാവും എന്തെടുക്കാൻ പോണെന്ന്. ഈ കറക്കം വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഒരു കമ്മ്യൂണിറ്റി വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന നമ്മൾ പറയുമല്ലോ, ഒരു ചിരി വർക്കാവുന്ന ഒരു സൈഡിൽ നിന്ന് ചിരി തുടങ്ങുമ്പോഴാണല്ലോ അത് ഏറ്റുപിടിച്ച് എല്ലാവരും ചിരി പടരുന്നത്. ഇപ്പൊ പേടിയാണെങ്കിലും സൗണ്ടുകളൊക്കെ വരുമ്പോഴാണ് ആളുകൾ ഇതിൽ കണക്ട് ആവുന്നത്. എന്താ ശരിക്കും ഒരു ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വെൽക്കം നോട്ട് എന്തായിരിക്കും സിനിമയെ കുറിച്ച്? ഡെഫിനറ്റ്ലി മ്യൂസിക് ആൻഡ് ഈ പറഞ്ഞ സോണിക്കലി അതിൻ്റെ പരിപാടിയിലും പിന്നെ all the dance and I hope it will be funny. I hope you all will like it, you know. അപ്പോൾ yeah, it's going to be a popcorn movie. അളിയൻ പറഞ്ഞ പോലെ ചെറിയ ചിരി പൊട്ടി അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് പരിപാടിയാണ്. അറിയാണ്ട് കുറച്ച് കുരിശെടുത്ത് പോകുമ്പോൾ പുറകെ വന്ന ഭേദങ്ങളുള്ള കഥയാണ്. അപ്പം സെയിം തിങ് ലൈക്ക് യുനോ ഞാനും വിശ്വസിക്കുന്ന ഒരു ഫൺ എല്ലാവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ എലമെന്റ് ഉള്ള ഒരു പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ഹൊറർ എന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ഇങ്ങനെ എല്ലാവരും പീഡിപ്പിച്ചിരുത്തണം അങ്ങനത്തെ രീതിയിലല്ല നമ്മളിത് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. നമ്മളും ആ ഒരു ഫൺ എലമെന്റ് എല്ലാവരെയും ഇരുത്തിച്ചിരിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ ഒരിടത്ത് ചിരി പൊട്ടിയാൽ അത് ഏറ്റുപിടിച്ച് മൊത്തത്തിൽ വർക്ക്ഔട്ടായി പോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ആൻഡ് വി ഡിഡ് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തതും. ഐ ഹോപ്പ് യുനോ അങ്ങനെ തന്നെ അത് ഡെലിവർ ആകും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പിന്നെ ഈ പറഞ്ഞ മ്യൂസിക് അത് ഭയങ്കരമായിട്ട് ഇതിൽ വലിയൊരു പാട്ടാണ്. സാം സി എസ് ഐ തിങ്ക് ലൈക്ക് 5 മലയാളവും ആൻഡ് 3 ഇംഗ്ലീഷ് സോങ്സ് അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടി ഉണ്ട്. സോ അതും കണക്ട് ചെയ്യാൻ പറ്റി. ആ ഒരു മൊത്തത്തിലൊരു ഫൺ പരിപാടി കിട്ടും എന്നാണ് ലൈക്ക് ഐ ബിലീവ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തേക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായിട്ടും ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ ഈ പറഞ്ഞ ഓഫ് സ്ക്രീൻ നിങ്ങളുടെ കണക്ഷൻ ആണെങ്കിലും ഓൺ സ്ക്രീനിൽ പോർട്രേ ഇതൊക്കെയാണ് എല്ലാം ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പേഴ്സണൽ ആയിരുന്നല്ലോ മഞ്ഞുമല്ല ബോയ്സ് എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അന്ന് നമ്മൾ പടത്തിന് ശേഷം കാണാത്തത് കൊണ്ട് അവസരം കിട്ടിയപ്പോൾ ചോദിക്കുന്നതാണ്, ബാസി വീഴുന്ന ഷോട്ട് അതെടുക്കുന്നത്. കാരണം അതാണല്ലോ ഇതിൻ്റെ നെക്സ്റ്റ് ഗിയർ ഷിഫ്റ്റ്, അതാണല്ലോ പടത്തിൻ്റെ. വളരെ ഈസി പീസി നടന്നു പോയിട്ട് ടക്കുന്നതാണല്ലോ താഴെ പോകുന്നത്. എന്താ ആ ഷോട്ട് എടുക്കുന്നത്, ആ ഷോട്ട് മൊമെന്റ് എന്താ, എങ്ങനെ ഒറ്റ ടേക്ക് ആണോ? ആ മച്ചാനായിരുന്നു നമ്മുടെ എന്നെ സമ്മതിച്ചില്ല ചെയ്യാൻ. അപ്പൊ എന്റെ താടി ഇടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ആ മച്ചാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഐ ഫീൽ സോ യുനോ വി ഗിഫ്റ്റഡ് ഹിം. ലൈക്ക് പുള്ളി അതുപോലത്തെ വീഴ്ചയാണ് ഇതിനൊക്കെ വീണേക്കണം. അപ്പൊ you're talking about the wide shot. So ഞാൻ അതെല്ലാം പറയാൻ നടന്നു തുടങ്ങും. പിന്നെ we cut to the wide, right? That is one take, bro. Boom. നമ്മൾ കണ്ടപ്പോ തന്നെ നമ്മള് അത് തന്നെ യൂസ് ചെയ്ത് അതുകൊണ്ടാണ് കറക്റ്റ്. ആ എല്ലാവരും നിൽക്കുന്നിടത്താണ് സാധനം മച്ചാ ഇങ്ങനെ പോവാണ്. പലരും അതിപ്പോ എന്റെ മമ്മിയൊക്കെ അത് മിസ് ഔട്ട് ആയി. ആ എഫക്ട് is there because we using a wide shot. അതിനങ്ങനെ കാണിക്കുന്നില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫിലല്ലേ കാണിക്കുന്നത്. എനിക്ക് അതായിരുന്നു, ഞാൻ പെട്ടെന്ന് കുഴി വീഴും, എനിക്ക് അഭിനയിക്കാനൊന്നുമില്ല എന്നുള്ള സീനായിരുന്നു. അതെനിക്ക് കൊടൈ ഷെഡ്യൂളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോഴേക്കും ആവശ്യത്തിന് ആഫ്റ്റർ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റുഡിയോ അത് മാറിയായിരുന്നു. കുഴിയുടെ അകത്ത് അത്യാവശ്യം ഓറിയോ ബിസ്ക്കറ്റും ഞാനും തമ്മിലൊരു ബന്ധമായിരുന്നു. ഈ റിയാക്ഷൻസ് എപ്പോഴും പറയുമല്ലോ ഒരു ആക്ടറുടെ. കാരണം എനിക്കൊന്ന് ആളുകൾ എപ്പോഴും ഒരു സിനിമ കണ്ടു കഴിഞ്ഞോ അല്ലെങ്കിൽ പല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ആക്ടർ ഓർക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഡയലോഗ് റെൻഡർ ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ റിയാക്ഷൻ ആയിരിക്കാം. അതിൽ ഈ ബ്രൂസ് ലി ബിജി വീണ്
ചിരിക്കുന്നത് ഭയങ്കര ഓർത്തിരിക്കുന്നതാണ് ഫെമിനെ പറ്റി പറയുമ്പോൾ. ബാസിൽ മഞ്ഞൾ പറഞ്ഞുകൊണ്ട് തിരിച്ചെടുത്തതിന് ശേഷം സൗബിക്കയുടെ മടിയിലിരുന്നിട്ട് ഒരു നോട്ടം ഉണ്ടല്ലോ, നമുക്ക് ആ പെയിനും ബുദ്ധിമുട്ടും ഈ രണ്ട് റിയാക്ഷൻ നിങ്ങൾ പേഴ്സണലി ഭയങ്കര ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്? ഒരു 6-7 ഡിഗ്രിയാണ് തണുപ്പ്. അപ്പൊ തന്നെ ഏകദേശം എല്ലാ അഭിനയവും വരുവാണ്. അങ്ങനെയല്ല, ലൈക്ക് ഈ പറയുന്ന എല്ലാ എലമെന്റ്സും ഉണ്ടായിരുന്നു. പിന്നെ പവർ പാക്ട് പിള്ളേര് മുമ്പിൽ നിന്നുകൊണ്ട് എക്സ്ചേഞ്ച് നടക്കണല്ലേ, അപ്പൊ ഇവരെല്ലാവരും അതുപോലെ തന്നെ അഭിനയിക്കല്ലേ. അപ്പൊ മറ്റേ കുഴിന്ന് ജസ്റ്റ് ഉണ്ടെന്ന് നിർത്തി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗണു മറ്റേ എവറിബഡി ഈസ് ഡൂയിങ് എ ബിറ്റ് ലൈക്ക് എക്സ്ട്രാ എല്ലാത്തിനും. അപ്പൊ ആ എക്സ്ചേഞ്ച് ഇങ്ങോട്ടുള്ളപ്പോ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ദാറ്റ് ഷോട്ട് ആൻഡ് ഓൾ ഇസ് ഓൺലി ബിക്കോസ് അവരെല്ലാവരും ഞാൻ ലാസ്റ്റ് ആയി നടന്നു ഇതൊക്കെ ഇട്ടിട്ട് മറ്റേ സുൻസുനൊക്കെ ആയിട്ടായിരിക്കും വരണത്. അപ്പൊ മറ്റേ ഞാൻ ബോയ്സ് എന്ന് പറഞ്ഞ കൈ തട്ടിയാണ് വരണത്, ജസ്റ്റ് ലൈക്ക് കീപ് എവറിബഡി ഓൺ. അപ്പോൾ it was just interesting, bro. Whatever happened in that movie is because I didn't do it. It's അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് കാരണം ഉണ്ടായത്. ഫെമിനയുടെ ഈ റിയാക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ രസമായി തോന്നിയിട്ടുള്ളത്, ആദ്യം ഈ മിന്നൽ മുരളിയെ പിടിക്കാൻ വേണ്ടി സ്റ്റുഡൻസിനോട് നിങ്ങൾ പോകണ്ട, ഞാൻ ലീഡ് ചെയ്യാം എന്നുള്ള ക്യൂ എടുക്കുന്നു. നേരെ ചെല്ലുന്നു, അവിടെ നിന്ന് ഉന്ത് കിട്ടുന്നു, താഴെ വീട് കഴിഞ്ഞ് ഭയങ്കര പ്രൗഡിയോടെ ഇരിക്കുമ്പോൾ ഈ സ്റ്റുഡൻസ് തന്നെയാണ് കളിയാക്കി ചിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് ഇത് ഹ്യൂമർ അവിടെ ഡെലിവർ ആവുന്നത്. ഇവരുടെ ആദ്യത്തെ ഷോയും പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്താ പ്രത്യേകിച്ച് എനിക്കൊന്നും ആ ഷോട്ടിലാണെങ്കിലും വന്ന് വീണ് അപ്പൊ തന്നെ ഇത് പേടിക്കുകയാണല്ലോ. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടായിരുന്നു അത് സ്ക്രീനിലുണ്ടായിരുന്നു. വീഴുന്നതും ഈ റിയാക്ഷനും നമ്മൾ വേറെ ദിവസങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആദ്യം ഈ റിയാക്ഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ലൊക്കേഷനിൽ ലാസ്റ്റ് ഡേ ആണ് ആ റിയാക്ഷൻ ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് അതെല്ലാം ബേസ്ലേട്ടനാണ്. ബേസ്ലേട്ടൻ ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളി വന്ന് പറഞ്ഞു തരുമ്പോഴും ബേസ്ലേട്ടൻ വന്നിട്ട് പുള്ളി തന്നെ അത് കാണിച്ചു തരും. ഓക്കെ ഫെമിന, അപ്പോൾ ഫെമിന ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കൈ കാണിക്കുന്നു, പുള്ളി കറക്റ്റായിട്ട് അത് കാണിച്ചു തരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രോപ്പറായിട്ട് എനിക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റിയത് ബേസ്ലേട്ടൻ ഇങ്ങോട്ട് അത് അതേപോലെ തന്നത് കൊണ്ടാണ്. അപ്പോൾ പുള്ളി അത് കാണിച്ചു തരുമ്പോൾ ഞാൻ ഓക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അധികം ടേക്കൊന്നും പോയ ഒരു പരിപാടി അല്ല അത്. ബേസ്ലേട്ടൻ കാണിച്ചു ചെയ്തു. അപ്പോഴും ഇത് എങ്ങനെ വർക്കാവും എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഇവരെല്ലാവരും സ്ക്രീനിൽ പോയി കണ്ട് മോണിറ്ററിൽ പോയി നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇത് ഇച്ചിരി ഓവറായ പരിപാടി അല്ലേ, ഇത് ആരെങ്കിലും ചിരിക്കൂ എന്നുള്ളതാണ്. ബട്ട് ഹോൾ മൂവിയും ആ ഒരു പടവും എൻ്റെ ക്യാരക്ടറും വർക്ക്ഔട്ട് ചെയ്ത മെയിൻ ആ ഒരു റിയാക്ഷനിലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് ഡെലിവർ ചെയ്യണമെങ്കിൽ വാട്ട് ഐ ബിലീവ് ലൈക്ക് നമ്മുടെ ഡയറക്ടർ അത് പ്രോപ്പറായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾക്ക് ആ ഒരു സ്പേസും തന്നു കഴിഞ്ഞാൽ നമുക്കും ബെറ്റർ ആയിട്ട് ആ ഒരു പരിപാടി മൊത്തത്തിൽ ആ ഒരു റിയാക്ഷൻസ് നമുക്കും ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലാണ് ഐ ബിലീവ്. ഇതെല്ലാം പറയുമ്പോഴേ ഇപ്പോൾ പല സിനിമ ലൊക്കേഷനുകളിൽ നിങ്ങൾ പോകുന്നുണ്ട്, എപ്പോഴൊരു കഥ കേൾക്കുന്നു, സിനിമ ചെയ്യാൻ ഓക്കെ ആവുന്നു, ഡേ 1 ലൊക്കേഷൻ എന്നുള്ളത് ഇത് എത്രമാത്രം കംഫർട്ടബിൾ ആവുന്നു, ഇത് നമ്മുടെ സ്പേസ് ആണെന്നുള്ള തോന്നൽ ആദ്യം വരണം. അവിടെ നിന്നുള്ള ഈ പെർഫോമൻസിന് അതൊരു എക്സ്ട്രാ ബോണസും കൂടിയാണല്ലോ. ഈ ലൊക്കേഷൻ ഭയങ്കര കംഫർട്ടബിൾ ആവുന്നത് അത് പല രീതിയിൽ പല സെറ്റുകളിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരു കംഫർട്ട് എല്ലായിടത്തും കിട്ടുന്നതാണോ, അതോ കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള ശ്രമങ്ങളുണ്ടോ? നമ്മുടെ ഒരു ആംബിയൻസ് ഒക്കെ ആദ്യം പറഞ്ഞ പോലെ അടിപൊളിയാണെങ്കിൽ ഉഗ്രനായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അത് പക്ഷെ അണ്ടർ പ്രഷർ ആണെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ സെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കുറേ കേസ് ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ പെട്ടെന്ന് യു കോൺസെൻട്രേറ്റ് ആൻഡ് യു ഡു ഇറ്റ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെറ്റ്. ശരിക്കും ചില സെറ്റിൽ നമുക്ക് അങ്ങനത്തെ എന്താ പറയുക ലിബർട്ടീസ് ചിലപ്പോൾ ഉണ്ടാവില്ല, നോയ്സ് ആയിരിക്കും. അപ്പോൾ വിൽ ഹാവ് ടു ഡീൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. ചിലതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബാച്ചിലർ പാർട്ടി 2 അവിടെ ചില നേരത്തെ ഇറ്റ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഡ്രോപ്പാണ്, പിന്നെ ഷോർട്ട് ചെയ്യണവരെല്ലാവരും. അപ്പം പിന്നെ അവിടെ ഭയങ്കര ആംബിയൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര അങ്ങനത്തെ പടങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു എൻവയറമെൻറ്റ് ഉണ്ടാക്കി കൊടുത്താലേ അത് ശരിയാവുള്ളൂ. അപ്പം നമ്മൾ ആക്ടേഴ്സ് ഇറക്കി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് എന്താ പറയുക എന്താ ഹാപ്പി ആയിട്ട് സെറ്റിൽ നിൽക്കുകയും എല്ലാവരുമായിട്ടും പ്ലസൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എല്ലാവരുടെ അടുത്തും നല്ലോണം പെരുമാറി അങ്ങനത്തെ അതൊക്കെയാണ് ഹെൽപ്ഫുൾ അളിയോ. പ്രഷറിൽ ആൾക്കാർ വർക്ക് ചെയ്യാറുണ്ട്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്, വി ഗോ ത്രൂ ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റഫ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചുറ്റുവട്ടം അടിപൊളിയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദ ക്രാഫ്റ്റ്. ശരിക്കും നല്ല സാധനങ്ങൾ വരും. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ ഇസ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പരിപാടികൾ വരും, മനസ്സിലാവും. ബട്ട് ഓൺ പ്രഷർ അല്ലെങ്കിൽ നമ്മൾ അത്രയും എൻജോയബിൾ ആയിട്ടല്ല അവിടെ നിൽക്കുന്നതെങ്കിൽ ആ പ്രഷറിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ചിലപ്പോൾ കൊടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ലൈക്ക് മേ ബി ലൈക്ക് കറക്കത്തിൽ നിന്നായിരിക്കാം ഞാൻ കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ലൈക്ക് അതുവരെ ഐ ഹവ് ബീൻ ഓൾവേസ് സെറ്റിലിരിക്കുമ്പോൾ ഐ ലൈക്ക് ഓൾവേസ് ബീൻ ഓൺ പ്രഷർ. കാരണം ഇഫ് ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നെഗറ്റീവ് കോമെന്റ് എന്നെ ഒത്തിരി എഫക്ട് ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട് ഈ നെഗറ്റീവ് കോമെന്റ് കേട്ടിട്ട് മിന്നൽ ഷൂട്ട് ചെയ്തതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. ഞാൻ നേരെ റൂമിൽ പോയി ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക്. എന്നിട്ട് ഐ ഡു റിമെമ്പർ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, മിന്നൽ മുരളി ഈസ് ഗോയിങ് ടു ബി മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി. അത് മാറിയത് റിലീസിന് ശേഷം ഞാൻ റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് ആ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നത്. സോ അതിനുശേഷം ഞാൻ ചെയ്യുന്ന പടം ശേഷം മൈക്കലാവട്ടെ, തീപ്പൊരിപനി ആവട്ടെ, അതൊക്കെ ചെയ്യുമ്പോഴും ഐ വാസ് റിയലി ഓൺ പ്രഷർ. ടീം കാരണോ അല്ലെങ്കിൽ സെറ്റ് കാരണോ ലൊക്കേഷൻ കാരണോ അല്ല, പക്ഷെ ആ ഒരു കോമന്റ് എന്നെ ഇങ്ങനെ ഇട്ട് ട്രിഗർ ചെയ്തുകൊണ്ടേയിരുന്നു. ലൈക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. അത് പിന്നീട് അത് ഉൾക്കൊള്ളാൻ പറ്റിയതും അത് എല്ലാം നമുക്ക് അങ്ങോട്ട് നമ്മളെ എഫക്ട് ചെയ്യണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കറക്കത്തിൽ നിന്നാണ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ കറക്കം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്ന ഡിസ്കോ ആണ്. അവിടെയൊക്കെ ഞാൻ ഫുൾ എൻജോയ് ചെയ്ത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പടങ്ങളിലൊന്നും ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രഷർ എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പൊ കുറച്ചും കൂടെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി. ഈ പറയുന്ന പോലെ എനിക്ക് എന്റേതായ രീതിയിൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്താണ് എന്നുള്ളത് എനിക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു പ്രഷറിൽ നിന്ന് ഞാൻ ഔട്ട് ആയപ്പോഴാണ്. സോ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ലൊക്കേഷൻ, അവരുടെ വൈബ് എല്ലാം, നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഇതെല്ലാം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഈ വരാൻ പോകുന്ന സിനിമകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണല്ലോ. ബാച്ചിലർ പാർട്ടി 2 ഉണ്ട്, ഉറപ്പായിട്ടും അവിടെയുണ്ട്. ആറ്റ്ലി അല്ലു അർജുൻ പ്രൊജക്ട് ഉണ്ട്. എന്താ ഇപ്പോൾ പറയാൻ പറ്റുന്ന, മീറ്ററിൽ വെച്ച് പറയാൻ പറ്റുന്നത്? We have a film together. Another movie. There's this time travel double role film that I did called Originals. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ വർക്ക് ചെയ്തത്. ഞാൻ അങ്ങനെ ആദ്യം ഫിലിമിനെ പരിചയപ്പെടുന്നത്. അതായിരുന്നു ഞാൻ അവിടുന്ന് ഫസ്റ്റ്. This is my second movie with Basi. Yeah, that is an exciting project. അപ്പോൾ സൈഫൈ പരിപാടി. ഇവന ഹ്യൂമർ, പ്രോപ്പർ സൈഫൈ. Not sci-fi. Time travel. Yeah, it's still here, but definitely sci-fi. For some time traveling. So yeah. Two Basis. It was fun. ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ I got to make an interesting project. ബാച്ചിലർ പാർട്ടിയോ? Bachelor Party is madness, bro. ബാക്ക് വിത്ത് അമലേട്ടനല്ലേ? Yes. So it's just interesting to go back to the Shaolin temple of Amal Neeraj. So it's beautiful and അടിപൊളി. എല്ലാ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ so it was great. But it's fun. ഉറപ്പായിട്ടും ബാച്ചിലർ പാർട്ടിക്ക് അന്ന് തിയേറ്ററിൽ Yes, we were shooting there. അപ്പോൾ ഞാൻ ടേബിളിലിരുന്നപ്പോൾ I was telling everybody, we should be really thankful we are getting to play the second part. ശരിയാണല്ലോ, ബാച്ചിലർ പാർട്ടി 2 So it was very, very humbling and thanks to Amaletan. വലിയ പ്രൊജക്റ്റിലാണ് ഈ വരുന്നത്. എനിക്ക് തോന്നുന്നു അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ, ആറ്റ്ലിയുടെ ഏറ്റവും വലിയ സിനിമ. എന്താ ഇപ്പോൾ പറയാൻ പറ്റുന്നത്? ഇപ്പൊ പറയാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ ഓക്കെ. ലൈക്ക് ഞാൻ ജോയിൻ ചെയ്തു. നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ഇനിയും ബാക്കിയുണ്ട് പരിപാടി. ഞാനൊരിക്കലും പറയില്ല ലൈക്ക് എൻ്റെ പരിപാടി ഭയങ്കര വലിയ പരിപാടി, ലൈക്ക് തിയേറ്റർ മൊത്തം നിറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി അല്ല, ചെറിയ പരിപാടി. പക്ഷെ ഐ എം ഗെറ്റിംഗ് ടു ഡു എ പാർട്ട് ഇൻ ദാറ്റ്. അതിലൊത്തിരി ഗ്ലാഡാണ്. അതിൻ്റെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള, അത് പ്രത്യേകിച്ച് അല്ലു അർജുനെയൊക്കെ നേരിട്ട് കാണാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അവരെയൊക്കെ നേരിട്ട് കാണുക, ദീപിക മാമിനെ കാണുക, ഇവരെയൊക്കെ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഗ്ലാഡ്. എനിക്ക് അതിനപ്പുറം കൂടുതൽ പറയാനും പറ്റില്ല. ആൻഡ് ദർ ഇസ് ഡിസ്കോ. ഞാൻ അതും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞു. ആൻഡ് ഇപ്പൊ തമിഴിൽ വേറൊരെണ്ണം ഇപ്പൊ കറന്റ് ചെയ്യുന്നു. ആൻഡ് റാക്ക് ഈസ് ഓൾസോ ഇതിന്റെ പാരലലി അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവൈവൽ കുറച്ച്